വി.ഡി. സതീശനെ തകർക്കാൻ കെ.സി. വേണുഗോപാൽ, കെ. സുധാകരൻ ഗ്രൂപ്പുകൾ ഒന്നായെന്ന് KPCC ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ വിമല ബിനു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ നീക്കം നടക്കുകയാണ്. തനിക്കെതിരെ അപവാദ പ്രചാരണം ഇതിന്റെ ഭാഗമാണ്. വ്യാജ പ്രചാരണം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രഞ്ജിത്ത് രവീന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വിമല ബിനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. KS-ഉം KC ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പം അതറിയത്തില്ലേ? KC വരണം എന്നുള്ള ക്യാമ്പയിൻ കൊണ്ടുവന്നത് KS-ഉം KS-ന്റെ ഈ എന്നെ ആക്രമിക്കുന്ന ടീമും കൂടിയാണ്. അവന്മാര് സ്ഥിരം വീടിക്കെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ സ്ഥിരം സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്ന ഗുണ്ടകളാണ് ഇവന്മാരെല്ലാം. സൈബർ ആക്രമണം 2 ആഴ്ചയായിട്ട് എനിക്കെതിരെ ഉണ്ട്. ഞാൻ അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ടും വാർത്തയും കൊണ്ടുവന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് പോരാഞ്ഞിട്ട്, ആ വാർത്തയും കൊണ്ടുവന്നത് പോരാഞ്ഞിട്ടാണ് ഇപ്പം AICCക്ക് പരാതി എന്ന് പറഞ്ഞ് ഇന്നലെ രഞ്ജിത്ത് രവീന്ദ്രൻ ഇറങ്ങി. ഇതൊരു ടീമാണ്. K. സുധാകരന്റെ അജിത്ത് തന്നെയാണ് ഇതിന്റെയും പിന്നിൽ, ഈ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ പിന്നിലും. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്തായാലും കെ. സുധാകരനും KC വേണുഗോപാലും ചേർന്ന് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ നീക്കം നടത്തുന്നു എന്നതാണ് വിമല ബിനുവിന്റെ ആരോപണം. തീർച്ചയായിട്ടും. അതായത് മുഖ്യമന്ത്രി വിവാദം ഇപ്പോൾ അവരുടെ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ തല്ലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിമല ബിനു രഞ്ജിത്ത് രവീന്ദ്രനെതിരെ പരാതി പോലീസിന് കൊടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് പോലീസ് പരാതിയും കൂടാതെ കോടതിയിലെ നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. തൻ്റെ സ്ക്രീൻഷോട്ട് വ്യാജമായി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതിയായിട്ടുള്ളത്. ഒപ്പം തന്നെ KC വേണുഗോപാലും കെ. സുധാകരനും ഒറ്റക്കെട്ടായി നിൽക്കുന്നു വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി. അതിന് തന്നെ തകർക്കണം. താനാണ് വി.ഡി. സതീശന്റെ സൈബർ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. വി.ഡി. സതീശന്റെ ഫേസ്ബുക്കും നവമാധ്യമങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് താനാണ്. അതുകൊണ്ട് തന്നെ തകർത്താൽ മാത്രമേ വി.ഡി. സതീശന്റെ നവമാധ്യമ ശൃംഖല തകർക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശ്രമമാണ് KC വേണുഗോപാലും കെ. സുധാകരൻ്റെ അനുയായികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കെ. സുധാകരൻ്റെ മരുമകനെക്കുറിച്ചും അജിത്തിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് ആളുകളെക്കുറിച്ചും കെ. സുധാകരൻ, KC വേണുഗോപാൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ് വലിയ പരാമർശമുള്ളത്. എന്തായാലും വിമല ബിനു ശക്തമായ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി വിവാദം തമ്മിൽ തല്ലായി മാറിയിരിക്കുന്നു. അതും പ്രത്യക്ഷമായി തന്നെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരി.